എല്ലാരും ചോറൊക്കെ ഉണ്ടോ? ഇന്ന് ഭയങ്കര മഴയായതുകൊണ്ട് ഇവിടെ ഭയങ്കര പാടായിരുന്നു. പിന്നെ അത് തന്നെയല്ല, ഇന്ന് രാവിലെ ആ കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ദിവസമായിരുന്നു. അത് മഴ കാരണം ഒന്ന് പോകാൻ പറ്റുമോ? ഒരു ഓട്ടോ വന്നാലേ ഇവിടെ അങ്ങോട്ടൊന്ന് പോകാൻ പറ്റുമോ? പിന്നെ മോനോട് പറഞ്ഞു, അവനിന്ന് പോയില്ലായിരുന്നു. അവനും അവളും കൂടി ഇപ്പം കുഞ്ഞിന് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഭയങ്കര കാര്യത്തിലാച്ചാൽ ഇഞ്ചക്ഷൻ എടുത്ത് പയ്യെ അവൾ ഉറക്കി കിടത്തിയപ്പോൾ ഓർത്തെന്നാൽ ഉറങ്ങിയ സമയത്ത് ചോറുണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അത് കാരണം ചോറൊക്കെ നേരത്തെ അവൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവള് ചോറുണ്ടിട്ട് ഇരുന്ന് കഴിയുമ്പോൾ കുഞ്ഞ് കരയുവാണെങ്കിൽ അങ്ങ് ആയിക്കോളൂ. ഞങ്ങൾ ചോറെടുത്തേക്കാം എന്നാൽ നമുക്ക്, കേട്ടോ. നിങ്ങളൊക്കെ ചോറുണ്ടോ അതോ ഉണ്ണാറാകുന്നേ ഉള്ളോ? മഴയുണ്ട്, ആർക്കും പണിയൊന്നും കാണത്തില്ല ഇന്ന് മിക്കയിടത്തും. പിന്നെ ജോലിക്ക് ഒക്കെ പോകുന്നവരൊക്കെ പോകും, കൂലിപ്പണിക്കാർക്കൊന്നും പണിയൊന്നും കാണത്തില്ല. പിന്നെ നമുക്കിന്ന് കറിയെ ഉള്ളിത്തീയലാണേ, ഉള്ളിത്തീയൽ വെച്ചത് ഇതുണ്ടോ, നല്ല ഉള്ളിത്തീയല് വേണ്ടേ, ഇന്ന് ഉള്ളിത്തീയലാണ് നമ്മുടെ കറിയെ. പിന്നെ ഒരു ചീരയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പേരറിയത്തില്ല. അതിന്റെ പേര് എനിക്കറിയത്തില്ലായിരുന്നു. എന്നോട് കുറെ പിള്ളേരും ഇതിനകത്ത് കുറെ കുഞ്ഞുങ്ങളും മക്കളും എല്ലാവരോടും കൂടി എന്നോട് പേര് പറഞ്ഞു തന്നായിരുന്നു. പക്ഷെ അത് എന്റെ ഓർമ്മയിൽ കൊണ്ട് നിൽക്കുന്നില്ല പേര്. ദേവുവിന്റെ പേരെന്നാ ദേവൂര് പറഞ്ഞേ? ചായമൻസ. അത് ഞാൻ പറഞ്ഞു വരുമ്പോഴേ വേറെ പേരായി പോകും. അത് ഞാൻ കൂടെ ആ പേര് ഞാൻ പറയുന്നില്ല, ചായമൻസെന്നോ അതൊക്കെ പറയുന്നു. എനിക്കറിയില്ല. വേണ്ടേ ആ ഇല നമ്മൾ വേണ്ടേ, ഇന്ന് ആ ഇല ഞാൻ തോരൻ വെച്ചതേ കണ്ടോ. നമ്മളിവിടെ നിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ നിപ്പുണ്ട്. എൻ്റെ കൂട്ടുകാർ തന്നതെന്ന് പറഞ്ഞു, പേരറിയത്തില്ലെന്നും പറഞ്ഞു. പക്ഷെ അതിന്റെ പേരെന്നാലും എനിക്ക് ഇങ്ങോട്ട് ആൾക്കാർ പറഞ്ഞു തന്നായിരുന്നു. അത് കാരണം അത് ഇന്ന് തോരൻ വെച്ചു. പിന്നെ പയർ മെഴുക്കോട്ട് വെച്ചു. ചിലപ്പോൾ ആ തോരൻ ഞങ്ങളുടെ ചേട്ടന് ഇഷ്ടപ്പെടത്തില്ല, പുള്ളിക്ക് ചില കറികളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം ഇച്ചിരി പയർ ഇവിടെ ഇരുന്നു, അച്ചിങ്ങപ്പയർ, അത് മെഴുക്കുവരട്ടി വെച്ചു. പിന്നെ തൈരുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്. ഇപ്പം ഒരുപാടൊന്നും അത് മഴയൊക്കെ ഒരുപാടൊന്നും കർക്കിടക മാസമൊക്കെയാണ്. പണ്ട് കർക്കിടപ്പഞ്ഞു എന്നൊക്കെ പറയത്തില്ലായിരുന്നു? പണ്ടത്തെ കാലത്ത് എന്റെ ചെറുപ്പത്തിൽ എന്റെ ചെറുപ്പത്തിൽ കുറെ പോലത്ത് കാണുന്നത് ഇപ്പോൾ അങ്ങ് ഭയങ്കര ഇളവിയായോ അല്ല. എന്നാലും എന്റെ അമ്മയൊക്കെ പണ്ട് അമ്മയൊക്കെ പണിക്ക് പോയി ആ സമയത്തൊക്കെ പണിയില്ലാതൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കർക്കിടക മാസം വരെ ഞങ്ങൾക്ക് പേടിയാ, പഞ്ഞമാണല്ലോ അന്നൊക്കെ ഓണം വരാനായിട്ട് അങ്ങ് കാത്തിരിക്കും. ഓണം വന്നു കഴിയുമ്പോൾ ആ 3-4-5 ദിവസത്തേന് ഇഷ്ടം പോലെ ആഹാരം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച്. ഇപ്പം പഞ്ഞോ ഇല്ല, ഒന്നുമില്ല, ആർക്കും പഞ്ഞമില്ല. ഇപ്പൊ നിങ്ങൾക്കൊക്കെ എന്ത് സുഖം, എന്തെന്ത് സുഖം എല്ലാവർക്കും. എന്താന്ന് വെച്ചാ എന്നും ഓണമാ, 3 കൂട്ടം കറി ഉണ്ടെങ്കിൽ എന്നും ഓണമില്ലേ. ഞങ്ങൾക്ക് ഇവിടെ എന്നും ഇപ്പൊ ഓണം, എന്നും കറിയുണ്ട്. അതുകൊണ്ട് എല്ലാരും വാ, നമുക്ക് ചോറുണ്ണാം. നല്ല തേയിലുണ്ട്, തോരന്, മെഴുക്കുവരട്ടി, പപ്പടം. ഓടി വായോ, എല്ലാവർക്കും ചോറുണ്ണാം, ഓടി വാ.